ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി 6ാമത്തെ യൂണിറ്റ് ലേണിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് ലേണിംഗ് തിയറികൾ നാം ഡിസ്കസ് ചെയ്തു. അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു തിയറിയാണ് കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറീസ്. അറിയാം, കൺസ്ട്രക്റ്റീവിസം, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണം, ആ ഒരു വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. It's an important learning theory that educators use to help their students learn. So constructivism is based on the idea that people actively construct or make their own knowledge. അതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉത്തരം. കൺസ്ട്രക്റ്റീവിസം ഓർ കൺസ്ട്രക്റ്റീവിസ്റ്റ്. കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ഓർ മേക്ക് ദെയർ ഓൺ നോളജ്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആളുകൾ അവർ ആക്റ്റീവായിട്ട് അവരുടെ സ്വന്തം നോളജ് അവർ തന്നെ ഉണ്ടാക്കുന്നു എന്നാണ്. ആൻഡ് ദാറ്റ് റിയാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ യുവർ എക്സ്പീരിയൻസസ് ആസ് എ ലേണർ. And basically learners use their previous knowledge as a foundation and build on it with new things that they learn. Already നമുക്ക് ചില പ്രീവിയസ് നോളജുകൾ, നമ്മുടെ മുൻപ് നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും നാം ഉണ്ടാക്കുന്നു. So everyone's individual experiences make their learning unique to them. അപ്പോൾ ഈ കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറിയുടെ പ്രധാനപ്പെട്ട കാര്യം ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, പ്രീവിയസ് അനുഭവങ്ങളാവാം, എന്തും ആവാം, ഓരോ ആളുടെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറിയുടെ പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റീവിസം. ഈ കൺസ്ട്രക്റ്റീവിസത്തെക്കുറിച്ച് ചില തത്വങ്ങൾ പറയുന്നുണ്ട്. നോക്കാം. ചില അടിസ്ഥാന തത്വങ്ങളെ, പ്രിൻസിപ്പിളുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്റ്റീവിസം പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. ശരിക്കും നോളജ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കപ്പെടുന്നതാണ്, കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. നോളജ് ഈസ് ബിൽട്ട് അപ്പോൺ അനദർ നോളജ്. ഒരു നോളജ് മറ്റൊരു നോളജിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു നോളജിൽ നിന്നുമാണ് മറ്റൊരു നോളജ് ഉണ്ടാക്കപ്പെട്ടത്. സത്യമാണ്, നമുക്കുള്ള ഓരോ അറിവുകളിൽ നിന്നും ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ടേക്ക് പീസസ് ആൻഡ് പുട്ട് ദം ടുഗദർ ഇൻ ദെയർ ഓൺ യുണീക്ക് വേ. കുട്ടികൾ പല പല പീസ് ഓഫ് നോളജ്, മീൻസ് ചെറിയ 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 നോളജുകളൊക്കെ എടുത്തിട്ട് അത് അവരുടേതായ വഴിയിൽ പുതിയ മറ്റൊരു നോളജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ദ സ്റ്റുഡൻസ് പ്രീവിയസ് നോളജ്, എക്സ്പീരിയൻസസ്, ബിലീഫ്സ് ആൻഡ് ഇൻസൈറ്റ്സ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻസ് ഫോർ ദെയർ കണ്ടിന്യൂഡ് ലേണിംഗ്. അവർക്ക് മുൻകാലങ്ങളിൽ കിട്ടിയ അനുഭവങ്ങൾ, പരിചയങ്ങൾ, വിശ്വാസങ്ങൾ, ഇൻസൈറ്റുകൾ എല്ലാം തന്നെയാണ് അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റീവിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ്. അത് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ്, ഒന്ന് മറ്റൊന്നിലേക്ക് ഉണ്ടാവാൻ വേണ്ടി കാരണമുള്ളതാണ്. ചെറുപ്പത്തിൽ നാമൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ അല്ലെ, അഡിഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചാൽ അതാണ് അടിസ്ഥാനം, മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനം. പിന്നീട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു നോളജ് അത് വന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് പലതും ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് നോളജ് കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം. രണ്ടാമത്തെ ഒരു തത്വം, പീപ്പിൾ ലേൺ ടു ലേൺ ആസ് ദേ ലേൺ. മീൻസ് ഒന്ന് പഠിക്കുമ്പോൾ വേറെ ഒന്ന് ഓട്ടോമാറ്റിക്കലി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലേൺ ടു ലേൺ, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ആസ് ദേ ലേൺ, വെനെവർ ദേ ലേൺ, അവർ പഠിക്കുമ്പോൾ പിന്നെയും 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 എന്ത് ചെയ്യുന്നു, വളരെയധികം കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിനാണെങ്കിൽ എ സ്റ്റുഡൻറ്റ് ലേണിംഗ് ദ ക്രോണോളജി ഓഫ് ഡേറ്റ്സ് ഫോർ എ സീരീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. നമ്മൾ ഏതെങ്കിലും ചരിത്രപരമായ കുറേ ഇവൻറ്റുകൾ ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണ്. അതിങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക. 1947 സ്വാതന്ത്ര്യം കിട്ടി, 48 ഇന്നത് കിട്ടി, 50 ഇന്ന്, ഇങ്ങനെ ഒരു ക്രോണോളജിക്കലായിട്ട് നമ്മൾ അതിൻ്റെ ഡേറ്റ് ഇങ്ങനെ പഠിക്കാം. ഈ പഠിക്കുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം ദേ ആർ ലേണിംഗ് ദ മീനിങ് ഓഫ് ക്രോണോളജി. എന്താണ്
ക്രോണോളജി എന്നുള്ളതിൻ്റെ മീനിങ്ങും ആ കുട്ടി ഓട്ടോമാറ്റിക്കലി പഠിക്കാം. മറ്റൊരു എക്സാമ്പിൾ, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് റൈറ്റിംഗ് എ പേപ്പർ അബൌട്ട് ഹിസ്റ്ററി, ഹിസ്റ്ററിയെക്കുറിച്ച് ഞാൻ ഹിസ്റ്ററി എഴുതുകയാണ്, ഒരു ചരിത്രം എഴുതുന്നു. ചരിത്രം എഴുതുമ്പോൾ ദേ ആർ ഓൾസോ ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാമർ. അവർ ഗ്രാമർ കൂടി ഓട്ടോമാറ്റിക്കലി പഠിക്കുക, ഗ്രാമറും കൂടി പഠിക്കുകയാണ്. അപ്പോൾ നോക്കണം, ഇതാണ് ലേൺ ടു ലേൺ എന്ന് പറയുന്നത്. ഒന്ന് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹിസ്റ്ററി എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ ഹിസ്റ്ററി എഴുതുമ്പോൾ നമുക്ക് ഗ്രാമർ കൃത്യമായിട്ട് വരണം. അപ്പോൾ ആ കുട്ടി ഗ്രാമർ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്. മൂന്നാമത്തത്, ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. കൺസ്ട്രക്റ്റീവ് തിയറിയിലെ മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ലേണിംഗ് എന്നുള്ളത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്, അതൊരു പാസീവ് പ്രോസസ്സ് അല്ല. ദ ലേണർ നീഡ്സ് ടു ഡു സംതിങ് ഇൻ ഓർഡർ ടു ലേൺ. എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഇങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ല. അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. ലേണേഴ്സ് നീഡ് ടു എൻഗേജ് ഇൻ ദ വേൾഡ്, സോ ദേ ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദെയർ ഓൺ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. യു കാൺട്ട് ജസ്റ്റ് സിറ്റ് ആൻഡ് എക്സ്പെക്റ്റ് ടു ബി ടോൾഡ് തിങ്സ് ആൻഡ് ലേൺ. നമുക്ക് വെറുതെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. മറ്റൊന്ന്, ലേണിങ്ങിൻ്റെ കൺസ്ട്രക്റ്റീവിസത്തിൻ്റെ ഒരുപാട് തത്വങ്ങൾ. ലേണിംഗ് ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി. അതൊരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു കണക്ട് വിത്ത് ദ പീപ്പിൾ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് നമുക്ക് നല്ല കണക്ഷൻ വേണം. അവർ ടീച്ചേഴ്സ്, അവർ ഫാമിലി, പിയർ ഗ്രൂപ്പ്, നമ്മുടെ ടീച്ചർമാർ, കുടുംബാംഗങ്ങൾ, സമപ്രായക്കാർ ആൻഡ് അവർ അക്വൈൻറ്റൻസസ് ഇമ്പാക്റ്റ് അവർ ലേണിംഗ്. അപ്പോൾ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മുടെ ലേണിങ്ങിനെ സ്വാധീനിക്കുന്ന മറ്റാരൊക്കെ ഉണ്ടോ ഇവരോടൊക്കെ നമുക്ക് വല്ലാത്ത കണക്ഷൻ വേണം. അതുകൊണ്ടാണ് ഒരു സോഷ്യൽ ആക്ടിവിറ്റി, ഒരു സോഷ്യലാവുക, ഒരു സാമൂഹ്യ ജീവിയാവുക, ഒരു സമൂഹവൽക്കരണം നമുക്ക് ആവശ്യമാണ്. എഡ്യൂക്കേറ്റേഴ്സ് ആർ മോർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ ആസ് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പിയർ ഇൻവോൾവ്മെൻറ്റ് ഈസ് കീ ഇൻ ലേണിംഗ്. പ്രത്യേകിച്ചിട്ട് പിയർ ഗ്രൂപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, സമപ്രായക്കാരായ ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ലേണിങ്ങിനെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഐസൊലേറ്റിംഗ് ലേണിംഗ് ഈസ് ഇൻ ദ ബെസ്റ്റ് വേ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഗ്രോ ടുഗദർ. ഒറ്റപ്പെടുക, ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെടുക, ഇൻട്രോവേഴ്സി, ഒറ്റപ്പെട്ട് ജീവിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, ലേണിംഗ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. അടുത്തത്, മറ്റൊരു കൺസ്ട്രക്റ്റീവിസത്തിൻ്റെ മറ്റൊരു പ്രിൻസിപ്പിളാണ് ലേണിംഗ് ഈസ് കോണ്ടെക്സ്ച്വൽ. അതൊരു കണ്ടക്സ്ച്വലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്റ്റുഡൻസ് ഡോണ്ട് ലേൺ ഐസൊലേറ്റഡ് ഫാക്ട്സ് ആൻഡ് തിയറീസ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് അവർ ലിവ്സ്. വി ലേൺ ഇൻ വേസ് കണക്റ്റഡ് ടു തിങ്സ് വി ഓൾറെഡി നോ, വാട്ട് വി ബിലീവ് ആൻഡ് മോർ. അപ്പോൾ നമുക്ക് ഒരു ഐസൊലേറ്റഡ് ഫാക്റ്റുകളെ കുറിച്ചിട്ട്, ഒറ്റയായ ഫാക്റ്റുകളെക്കുറിച്ചോ തിയറിറ്റികളെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ശരിക്കും കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ദ തിങ്സ് വി ഓൾറെഡി നോ. നമ്മൾ ഓൾറെഡി അറിയുന്ന, നാം വിശ്വസിക്കുന്ന, അതല്ലെങ്കിൽ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട, ആരും പറയാത്ത, ആരും ചിന്തിക്കാത്ത വിഷയങ്ങളെക്കുറിച്ചിട്ടൊന്നും ലേണിംഗ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അതൊരു കോണ്ടെക്സ്ച്വലായിട്ട് നടക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോളജ് ഈസ് പേഴ്സണൽ. അത് പേഴ്സണലാണ് എന്ന് പറയുന്നു. ബിക്കോസ് കൺസ്ട്രക്റ്റിവിസം ഈസ് ബേസ്ഡ് ഓൺ യുവർ ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ബിലീഫ്സ്, നോളജ് ബിക്കംസ് എ പേഴ്സണൽ അഫെയർ. അതറിയാം, നമ്മുടെ ഓരോരുടെയും അനുഭവങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും വരുന്നതായത് കൊണ്ട് തന്നെ നോളജ് എന്ന് പറയുന്നത് ഇത് പേഴ്സണലാണ്. അത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതും പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. മറ്റൊരു പ്രിൻസിപ്പിൾ, ലേണിംഗ് എക്സിസ്റ്റ് ഇൻ ദ മൈൻഡ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നു, അത് മനസ്സിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻഗേജിങ് ദ മൈൻഡ് ഈസ് കീ ടു സക്സസ്ഫുൾ ലേണിംഗ്. നമ്മുടെ മൈൻഡിനെ എൻഗേജ് ആക്കണം. എൻഗേജ് ആക്കി വെച്ചാൽ മാത്രമേ ലേണിംഗ് നടക്കുള്ളൂ. അപ്പോൾ ലേണിംഗ് ശരിക്കും നടക്കുന്നത് അവരുടെ മൈൻഡിലാണ്.
So it needs to involve activities for the minds, not just our hands. നമ്മുടെ കൈകൾ പ്രവർത്തിച്ചാൽ പോരാ, നമ്മുടെ മൈൻഡ് തന്നെ പ്രവർത്തിക്കണം. മെൻ്റൽ എക്സ്പീരിയൻസസ് ആർ നീഡഡ് ഫോർ റിറ്റെയിനിങ് നോളജ്. നമ്മുടെ ആ നോളജ് നമുക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ മെൻ്റൽ എക്സ്പീരിയൻസുകൾ ആവശ്യമാണ്. അനദർ വൺ, മറ്റൊരു പ്രധാനപ്പെട്ട കൺസ്ട്രക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഈസ് കീ ടു ലേണിംഗ്. അറിയാം, നമ്മൾ നല്ല മോട്ടിവേഷനാണ് നമുക്ക് ലേണിങ്ങിൻ്റെ അടിസ്ഥാനം. സ്റ്റുഡൻസ് ആർ അണേബിൾ ടു ലേൺ ഇഫ് ദേ ആർ അൺമോട്ടിവേറ്റഡ്. അവരെ മോട്ടിവേറ്റ് ചെയ്തില്ല എങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കില്ല. എഡ്യൂക്കേറ്റേഴ്സ് നീഡ് ടു ഹാവ് വേസ് ടു എൻകേജ് ആൻഡ് മോട്ടിവേറ്റ് ലേണേഴ്സ് ടു ആക്ടിവേറ്റ് ദെയർ മൈൻഡ്സ് ആൻഡ് ഹെൽപ്പ് ദം ബി എക്സൈറ്റഡ് അബൌട്ട് എഡ്യൂക്കേഷൻ. അവർക്ക് എഡ്യൂക്കേഷനെ കുറിച്ചൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി എഡ്യൂക്കേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യണം. വിത്തൗട്ട് മോട്ടിവേഷൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഫോർ ലേണേഴ്സ് ടു റീച്ച് ഇൻ ടു ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് മേക്ക് കണക്ഷൻസ് ഫോർ ന്യൂ ലേണിംഗ്. അവരുടെ പഴയ ചിന്തകളിലേക്ക്, എക്സ്പീരിയൻസുകളിലേക്ക് പോകാനോ പുതിയ പഠനങ്ങൾ നടക്കാനോ അവർക്ക് സാധിക്കില്ല. ബിക്കോസ് ദാറ്റ്സ് വൈ വി ക്യാൻ സേ മോട്ടിവേഷൻ ഈസ് ദ കീ ഫാക്ടർ ഓഫ് ലേണിംഗ്. അപ്പോൾ അങ്ങനെ ലേണിംഗ് എന്നുള്ളത് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു തത്വം. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും അവസാനമായി പഠിക്കാനുള്ള മറ്റൊരു ലേണിംഗ് തിയറിയാണ് ഡിസ്കവറി ലേണിംഗ് തിയറി ബൈ ബ്രൂണർ. ബ്രൂണർ എന്ന ശാസ്ത്രജ്ഞൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഡിസ്കവറി എന്ന് പറയുന്നതും അറിയാം, നമുക്കറിയാം, നേരത്തെ ഉണ്ടാക്കുക, കൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡിസ്കവർ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ദ ആക്റ്റീവ് പ്രോസസ് ഓഫ് ഇൻക്വയറി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എൻകറേജസ് ദാറ്റ് ലേണേഴ്സ് ടു ബിൽഡ് ഓൺ പെയർ നോളജ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ടു സെർച്ച് ഫോർ ന്യൂ ഇൻഫർമേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, സെർച്ച് ഫോർ ന്യൂ ഇൻഫർമേഷൻ. അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിയാണ് ലേൺ ചെയ്യുന്നത് എന്ന ഒരു പുതിയൊരു സിദ്ധാന്തം, അതാണ് ബ്രൂണർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറി, കൺസ്ട്രക്റ്റീവ് തിയറിയുടെ മറ്റൊരു ഭാഗമാണ് ഈ ഡിസ്കവറി ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ബ്രൂണറാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദ ഫാദർ. അപ്പോൾ അദ്ദേഹം ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ തീം ദാറ്റ് ലേണർ കൺസ്ട്രക്ട് ന്യൂ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ് ബേസ്ഡ് അപ്പോൺ എക്സിസ്റ്റിംഗ് നോളജ്. അയാളുടെ നിലവിലുള്ള അറിവും കഴിവും വെച്ചുകൊണ്ടാണ് അയാൾ പുതിയ പുതിയ കഴിവുകൾ അല്ലെങ്കിൽ പുതിയ നോളജുകൾ ഡിസ്കവർ ചെയ്യുകയും അതേപോലെ തന്നെ അത് കൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് ബ്രൂണർ പറയുന്നത്. സോ ഇൻ ഹിസ് ഒപ്പീനിയൻ ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. അതൊരു നമ്മുടെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ന് പറയുന്നു. സോ ബ്രൂണേഴ്സ് തിയറി എംഫസൈസസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാറ്റഗറൈസേഷൻ ഓഫ് ലേണിംഗ്. അദ്ദേഹം ലേണിങ്ങിനെ വ്യത്യസ്ത രീതികളിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 4 ഫീച്ചേഴ്സ് ഓഫ് ബ്രൂണേഴ്സ് തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇദ്ദേഹത്തിൻ്റെ ബ്രൂണറുടെ തിയറിയുടെ 4 പ്രധാന സവിശേഷതകൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് പ്രീ ഡിസ്പോസിഷൻ ടു ലേൺ. ദിസ് ഫീച്ചർ സ്പെഷ്യലി സ്റ്റേറ്റ്സ് ദാറ്റ് ദ എക്സ്പീരിയൻസസ് വിച്ച് മൂവ് ദ ലേണർ ടുവേർഡ് എ ലവ് ഓഫ് ലേണിംഗ് ഇൻ ജനറൽ ഓർ ഓഫ് ലേണിംഗ് സംതിങ് ഇൻ പർട്ടിക്കുലർ. അതായത് ഓൾറെഡി ഈ ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു സ്നേഹം, അല്ലെങ്കിൽ മുൻപ് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കാനുള്ള ഒരു താല്പര്യം അയാളെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മോട്ടിവേഷണൽ, കൾച്ചറൽ ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദിസ്. അതിന് അയാൾക്ക് കിട്ടിയ മോട്ടിവേഷൻ, അയാളുടെ സംസ്കാരം, അയാളുടെ വ്യക്തിപരമായ ഘടകങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒരു പ്രീ ഡിസ്പോസിഷന് കാരണമാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്ട്രക്ചർ ഓഫ് നോളജ്. ഇറ്റ് ഈസ് പോസിബിൾ ടു സ്ട്രക്ചർ നോളജ് ഇൻ എ വേ ദാറ്റ് എനാബിൾസ് ദ ലേണർ ടു മോസ്റ്റ് റെഡിലി ഗ്രാസ്പ് ദ ഇൻഫർമേഷൻ. പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ നോളജ്, നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കൃത്യമായ രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്യാം. ആ സ്ട്രക്ചർ ചെയ്ത് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. പിന്നെ നാം പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ നാം ഉണ്ടാക്കിയ കാര്യം, സെർച്ച് ചെയ്ത കാര്യം
നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. വിഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ബൈ വേർഡ് ഓഡിറ്ററി അല്ലെങ്കിൽ വേർഡ്സ് ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാം, സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാം, സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം. അക്കോർഡിംഗ് ടു ഹിം ലേണിംഗ് ഒക്കേഴ്സ് ഇൻ 3 സ്റ്റേജസ്. 3 സ്റ്റേജുകളായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ലേണിംഗ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഹി ടേംഡ് അനാക്റ്റീവ്. അനാക്റ്റീവ് എന്ന് പറയും. അനാക്റ്റീവ് എന്ന് പറയുന്നത് ആക്ഷൻസ് ഓൺ ഫിസിക്കൽ ഒബ്ജക്ട്സ് ആൻഡ് ദ ഔട്ട്കംസ് ഓഫ് ദീസ് ആക്ഷൻസ്. അപ്പം നമുക്ക് ചില ആക്ഷനുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഒബ്ജക്റ്റുകൾ കണ്ടിട്ട് നമ്മൾ അങ്ങനെ അനാക്റ്റീവായിട്ട് നമ്മൾ ആദ്യം ലേൺ ചെയ്യുന്നു. രണ്ടാമത്തേത് ദ സെക്കൻഡ് സ്റ്റേജ് ഐക്കണിക് ആണ്. ഐക്കണിക് എന്ന് പറയുന്നത് മോഡൽസ് ആൻഡ് പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് സിംബോളിക്. അവിടെയാണ് നമ്മൾ ഒരുപാട് സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ വിച്ച് ദ ലേണർ ഡെവലപ്പ് ഈസ് ദ കപ്പാസിറ്റി ടു തിങ്ക് ഇൻ ആബ്സ്ട്രാക്റ്റ് ടേംസ്. അതിനെ ഒരു ആബ്സ്ട്രാക്റ്റ് ടേംസിലേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള മൂന്നാമത്തെ വഴിയും അദ്ദേഹം അതിലൂടെ മൂന്നാമത്തെ വഴിയും കൂടി നമുക്ക് സിംബോളിക്കായി കിട്ടുന്നു എന്നുള്ളതാണ് ബ്രൂണർ പറയപ്പെടുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് 3 സ്റ്റേജ് നോഷൻ ബ്രൂണർ recommended using in a combination of concrete, pictorial and symbolic activates will lead to more effective learning. അങ്ങനെ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ലേണിംഗ് അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ബ്രൂണറുടെ തിയറിയിൽ എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അപ്പം ഇത്രയും തിയറികളാണ് പ്രധാനമായും നമുക്കൊരു ഈ ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഓരോ തിയറമിനും ഓരോ അടിസ്ഥാനപരമായ കീ പോയിൻ്റുകളുണ്ട്. ഇപ്പോൾ ഓരോന്നിനും കീ പോയിൻ്റുകളുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിക്കാണെങ്കിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബ്രൂണറുടെ തിയറി ആണെങ്കിൽ നമുക്ക് കൃത്യമായി അതിൽ സെർച്ച് ചെയ്ത് പുതിയ ഇൻഫർമേഷന് വേണ്ടി സെർച്ച് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ ആളുടെയും ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആണെങ്കിൽ കണ്ടീഷൻ ചെയ്ത് പഠിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ തിയറമിനും ഒരു അടിസ്ഥാനപരമായ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ഓൾ.